ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാനൽ കട്ടിങ്ങിൻ്റെ. ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ട് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ 6 പാനൽ കട്ടിങ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ 6 പാനലും നമുക്കത് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിത് നമുക്ക് ഇപ്പോൾ 6 നമ്മൾക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ പീസ് എല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ സെൻറ്ററിലെ പീസ് നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് സൈഡിൽ ആ പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോളൂ, ഇത് പിൻ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ നമ്മൾ കട്ട് ചെയ്തപ്പോൾ? ആ ഒരു പീസാണിത്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഞാനിവിടെ സ്കിപ്പ് ചെയ്യണില്ല, കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കിക്കോളൂ. ശ്രദ്ധിച്ച് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നല്ല സൈഡും ഒരുമിച്ച് വെച്ച് ചീത്ത സൈഡിൽ നമ്മൾ താഴെ ഒറ്റം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. വലിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഇത് കൊടുത്താൽ മതി. ഇതുപോലെ മറ്റേ സൈഡും നമ്മൾ അടിച്ചെടുക്കുക. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും അങ്ങനെ 4 ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ടാവും. അങ്ങനെ 4 ഭാഗത്തും, അതായത് ആ നടുഭാഗത്തിൻ്റെ 2 ഭാഗം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതു ഭാഗവും വലതു ഭാഗവും കേട്ടോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എന്നിട്ടത് ജോയിൻ ചെയ്ത് താഴോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത്. സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത രീതിയിൽ നമ്മൾ അപ്പോഴന്നെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കൊടുക്കണം. ഫ്രണ്ട് നെക്ക് കൊടുക്കുന്ന വീഡിയോ വേറെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സ്ലോവിലി ചെയ്തിട്ട് ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഓടിച്ചിട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മനസ്സിലാകാത്തവർക്ക് ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. താഴോട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് കൊടുക്കാം. ഇനി കൂടുതൽ വേണ്ടവർക്ക് ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ 2 ഇഞ്ചേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇനി കുറവ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. 1 ഇഞ്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത് ഡെപ്ത്ത് കേട്ടോ. ഇനി അത് ജോയിൻ ചെയ്ത് നമുക്കൊന്ന് കർവ് സ്കെയിൽ കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് നമുക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യണത്. കാരണം ഇതിന് ലൈനിങ് ഇല്ല. ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ കൂടെ ജോയിൻ ചെയ്യണത് കേട്ടോ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ നമുക്ക് ബാക്ക് ഷോൾഡറും ഫ്രണ്ട് ഷോൾഡറും കൂടെ കേട്ടോ ജോയിൻ ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് നമുക്ക് അതിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതൊക്കെ ഒരുപാട് തവണ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ലാഗ് അടുപ്പിക്കാത്ത, അപ്പോൾ സ്പീഡിലൊക്കെ കാണിച്ചു പോണത്. ഫ്രണ്ട് സൈഡിൻ്റെ ഇവിടെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒരു ചെറിയ കേവ് കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്.
സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്ലീവ് ഒന്ന് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ന്യൂ സ്ലീവും കൂടെ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 2 ഇഞ്ച് വിടുത്തുള്ള ഒരു സ്ട്രിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ താഴെയുള്ള വിടുത്ത് ആ വിടുത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ 12 ആണെങ്കിൽ 13 എടുക്കുക, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 13.5 ഇഞ്ച് എടുക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇതാണ് നമ്മൾ 4 നെറിവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു കപ്പ് മോഡൽ ഞാൻ കട്ട് ചെയ്യണ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു 4 നെറിവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 ഇഞ്ചുള്ള ആ സ്ട്രിപ്പ് നമ്മൾ 2 ഇഞ്ച് കൊടുത്തുള്ള സ്ട്രിപ്പ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ട് മറിച്ച് മടക്കി നമ്മൾ അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ചെറിയൊരു, ഇനി അത് വിടുത്ത് വേണമെങ്കിൽ കുറച്ച് വിടുത്ത് വേണം കപ്പിന് എന്നുള്ളവർക്ക് കുറച്ചും കൂടി വിടുത്തുള്ള സ്ട്രിപ്പ് എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 2 സ്ലീവും അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പം നമ്മളെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം ബോഡി പാർട്ടിലോട്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ്. ഇപ്പോഴത്തെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നത്, മുന്നേ ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തേ. അപ്പോൾ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇനി അല്ലാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയാം. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് അറ്റത്തുനിന്ന് ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ അളവ് അനുസരിച്ച് എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ തയ്ക്കുന്ന അളവും നിങ്ങൾ തയ്ക്കുന്ന അളവും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് ആ ഒരു അളവിൽ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് നമുക്കിനി താഴെ മടക്കി അടിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ലെങ്ത്ത് കറക്റ്റ് നോക്കിയിട്ട് ആ ലെങ്ത്തിനനുസരിച്ച് വേണം നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി താഴെ മടക്കിയും കൂടെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി കഴിഞ്ഞ്. ഇനി നമുക്കിത് ഇസ്തിരി ഇട്ട് ഒന്ന് കൊടുക്കാം. അത് എന്നാലേ നമ്മുടെ ആ പാനൽ കട്ടിങ്ങിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇസ്തിരി ഇടേണ്ടത്. അതല്ലെങ്കിലും നമ്മൾ ഒരു ഇത് സ്റ്റിച്ച് ചെയ്താൽ ഇസ്തിരി ഇട്ടിട്ട് വേണം നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് തന്നെ കൊടുക്കുക ആ ഒരു ലൈനൊക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനിരിക്കുക കേട്ടോ. ഇതിൽ കാണുന്ന അധിക പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഉപകാരം ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.